ഹലോ, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് ഉണ്ടക്കുളമ്പ് കഴിയുന്നാണ് പറയുക. ഇത് അരച്ചെടുക്കണം മിക്സിയിലൊന്ന്. അതിന് ഞാനിത് അരച്ചെടുക്കട്ടെ, ബാക്കി വന്നിട്ട് പറയാം. ഹലോ, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈല് കറിയാണ്. പരിപ്പ് ഉണ്ടക്കുഴമ്പെന്ന് അതിനെ പറയുക. അതിന് പരിപ്പ് 1 മണിക്കൂറിനുള്ളിൽ കുതിർത്തി വെക്കണം. പരിപ്പാണ് ഞാനിവിടെ കുതിർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ കടലപ്പരിപ്പ് ഇല്ല, കടലപ്പരിപ്പും കൂടി വേണമായിരുന്നു. അപ്പം അത് കുതിർത്തിയത് 1 മണിക്കൂർ കുതിർത്തിയത് 2 വറ്റൽമുളകും 3 കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ച് വെച്ചതാണ്. അധികം അരയേണ്ട, അതിങ്ങനെ ചെറിയ തരിതരിപ്പായിട്ട് അരഞ്ഞാൽ മതി. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് നാളികേരം അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ പുളി കുതിർത്തി വെച്ചത് കുറച്ച്, ചെറിയ ഉള്ളി, പെരിഞ്ജീരകം, കടുക്, ഉലുവ, ഉപ്പ്, നല്ലെണ്ണയിലാണ് ഇത് കാച്ചുള്ളതൊക്കെ. ഇനി ഇത് തയ്യാറാക്കാൻ പോകും. ഇത് അരച്ചു വെച്ച മാവ് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് കറി ഉണ്ടാക്കണം. അതിന് ഒരു ചാറ് ഉണ്ടാക്കണം. അതിൻ്റെ കുഴമ്പ് എന്ന് പറയുന്ന ഒരു ചാറ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് മല്ലി ഇല, ഇതെല്ലാം കൂടി കൂട്ടി കുഴയ്ക്കും. ഗ്യാസ് ഓണാക്കി ഇഡ്ഡലി പാത്രം അടുപ്പത്തേക്ക് വെക്കണം. ഇതിലേക്ക് ഇത് ചെറിയ ഉരുളകളാക്കി ആവി കയറ്റി ഒന്ന് വേവിക്കണം. ഈ ഉരുളകൾ കുറച്ച് എണ്ണ തരണം. പത്തിരി വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിക്കാം, നല്ലെണ്ണയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ എണ്ണ ഞാൻ കുറച്ച് തടവി ഇത് ചെറിയ ഉരുളകളാക്കി ആവിയിൽ വേവിക്കാൻ വെക്കുന്നു. ഇതൊരു 15 മിനിറ്റ് വേവണം. ഈ ആവിയിൽ വേവിക്കാൻ വെക്കണ ഉരുളകൾ. ഉരുട്ടി വെച്ചു. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം. ആവിയിൽ വെന്ത് വന്നിട്ട് വേണം ഇതിന് ഒരു കുഴമ്പുണ്ടാക്കാൻ, ചാറ്. ഇപ്പോൾ ആവിയിൽ വേവിക്കാൻ വെച്ച ഉണ്ടകൾ വെന്തു തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് ഒരു കറി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കും. വയ്ക്കണം. അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. 2 ടീസ്പൂണ് എണ്ണ. കടുക് 1/4 ടീസ്പൂൺ കടുക് ഇടാം.
കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു നുള്ളു പെരിഞ്ജീരകം, പിന്നെ ഒരു സവാള അരിഞ്ഞത്, രണ്ട് കീറിയ പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി ഇത് ചേർത്ത് നല്ലോണം വഴണ്ടി വരും. കറിവേപ്പില ഇടണം. സവാള നന്നായി വഴന്നു വന്നപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായി പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ടും നല്ലോണം വഴണ്ട് വരണം. തക്കാളി ഇനി ഇതിലേക്ക് ആവശ്യമായ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നു. പിന്നെ നാളികേരം കുറച്ച് 1 ടീസ്പൂൺ നാളികേരം അരച്ച് വെച്ചത് ചേർക്കുന്നു. പിന്നെ ഇതിന്റെ മാവ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചാറിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ഇതിൽ ചേർത്ത് ഇത് നല്ലോണം തിളച്ച് വേവണം. അതിനുശേഷം നമുക്ക് പുളി ഒഴിക്കാം, അല്ലെങ്കിൽ തക്കാളി വേവാണ്ട് കിടക്കും. അപ്പൊ അതിനുശേഷം കുറച്ച് പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. ഒന്ന് വെന്തോട്ടെ. ഇതിലേക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടത് പിഴിഞ്ഞ് ചേർക്കണം. ഇത് നന്നായി തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഉണ്ടകൾ ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ചു. ഇനി അതിലേക്ക് ഈ ഉണ്ടകൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പിന്റെ ഉണ്ടകൾ ചേർക്കും. ചേർത്തപ്പോൾ തന്നെ ഇളക്കാൻ പാടില്ല. കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ചു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കും. ഇതിന്റെ ചാറ് കുറുകുമ്പോ ഇത് വാങ്ങി വെച്ച് നമുക്ക് ഇന്ന് ഉപയോഗിക്കണേലും നല്ലത് നാളെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് കൂടുള്ളൂ നാളത്തേക്ക്. പരിപ്പ് ഉണ്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടയായിട്ട് ഉരുട്ടിയിട്ടിരിക്കണ എന്തിനാ ഉണ്ടക്കറി എന്ന് പറയണത്, പരിപ്പ് ഉണ്ടക്കറി എന്ന് പറയണത്. ഇതിൽ കുറച്ച് മല്ലി ഇല
അരിഞ്ഞതും കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. തമിഴ്നാട് സ്റ്റൈൽ കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ഇന്ന് കഴിക്കണേലും ടേസ്റ്റ് നാളെ കഴിക്കണതാണ്. ഇന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണതാണ് ടേസ്റ്റ്. അപ്പൊ ഈ ഉണ്ടയിലൊക്കെ അതിന്റെ ചാറിന്റെ ടേസ്റ്റ് എല്ലാം വലിച്ചെടുത്ത് ഉണ്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൽ കൂട്ടി കഴിക്കാം, ചപ്പാത്തിയിൽ കൂട്ടി കഴിക്കാം.